ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള അടിസ്ഥാനപരമായ മാറ്റത്തിന് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്ന രണ്ടാമത്തെ വഴി ദുരഭിമാനം ഒഴിവാക്കുക. ഏകഭാവത്തിൻ്റെ പരിണിത ഫലമായി സഭാംഗങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടിൽ വിനയത്തിൻ്റെ നിറം പകരുന്നത് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ക്ഷേമവും കൂടി കണക്കാക്കി പ്രവർത്തിക്കുമ്പോഴാണ്. സഭയുടെ വളർച്ചയ്ക്ക് സഭാംഗങ്ങളുടെ ഏകയോഗ്യമായ കൂട്ടായ ശ്രമം ആവശ്യമാണ്. ഇതിന് വ്യക്തി താൽപ്പര്യങ്ങളും ദുരഭിമാനവും ഒഴിവാക്കി പൊതുവായ നന്മയെ കണക്കാക്കി വിനയത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സ്വാർത്ഥലാഭങ്ങൾ ലക്ഷ്യമാക്കിയുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവ സാധ്യമായി തീരുവാനുള്ള ശാഠ്യവും കടുംപിടുത്തവും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സഭയിലും സമൂഹത്തിലും ഭിന്നതകളുടെ അടിസ്ഥാന കാരണങ്ങളാണ്. പൊതുനന്മയേക്കാൾ ഒരുവൻ്റെ അഭിപ്രായ ഐക്യത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഭിന്നതകൾ തലപൊക്കുന്നു. വിനയത്തിൻ്റെ സ്ഥാനം അഹങ്കാരം പിടിച്ചടക്കുന്നു. വിനയം ആരംഭിക്കുന്നത് എവിടെയാണ്? എന്നെക്കൊണ്ടൊന്നിനും കഴിവില്ലെന്നോ കൊള്ളുകയില്ലെന്നോ ഉള്ള അപകർഷതാബോധമോ അടിമഭാവമോ അല്ല അപ്പോസ്തലൻ ഇവിടെ വിവക്ഷിക്കുന്നത്. മറിച്ച് ഒരുവന് തൻ്റെ കുറവുകളെയും ബലഹീനതകളെയും കുറിച്ച് ബോധ്യമാകുകയും മറ്റുള്ളവരുടെ നന്മകളെ കണക്കിലെടുക്കുകയും ചെയ്യുമ്പോൾ ഇനിയും വളരെയധികം വളരുവാനുള്ള ആവശ്യം തനിക്കുണ്ടെന്ന് ബോധ്യമാകുന്നു. മാത്രമല്ല, ബാഹ്യമായി നാം ഒരാളിനെ വിലയിരുത്തുന്നതിനേക്കാൾ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിച്ചറിയുന്ന ദൈവം നമ്മെ ഏവരെയും തൂക്കി നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠനെന്നത് ദൈവം മാത്രം അറിയുന്ന ഒരു യാഥാർത്ഥ്യമായതിനാൽ തൻ്റെ സഹോദരൻ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുന്നത് യുക്തവും ന്യായവുമാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിവാക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ദൈവമായിരുന്നിട്ടും സ്വന്തം നേട്ടത്തിനായി തൻ്റെ ദിവ്യപദവി ഉപയോഗിച്ചില്ല. പകരം സ്വയം ശൂന്യനായി ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ക്രിസ്തുവിൻ്റെ മാനസികാവസ്ഥയുടെ പ്രതിഫലനം ആയിരിക്കണം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ നോക്കുന്നതിലൂടെ നാം ഒരു ധാർമ്മിക നിയമം പിന്തുടരുക എന്നതല്ല, യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും നിർവചിച്ച ആത്മത്യാഗപരമായ സ്നേഹത്തിലാണ് നാം അവ അനുവർത്തിക്കേണ്ടത്. ശഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടി നോക്കണമെന്നതിലൂടെ സ്വന്തം ക്ഷേമത്തിനായി മാത്രമല്ല മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി വർത്തിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ മനോഭാവവും മാതൃകയും നമ്മിൽ ഉരുവാകണമെന്നും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-4 കൂടി ഐക്യത്തിനുള്ള അടിസ്ഥാനമായി അപ്പോസ്തലൻ ഉപദേശിക്കുന്നു. ഈ സന്മാർഗശാസ്ത്ര കീർത്തനം നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ഉണർത്തട്ടെ, നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.